പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പരാജിതരായ മനുഷ്യരെ ഒരു ഭൂത കണ്ണാടിയിലെന്ന പോലെ അയാൾ നമുക്ക് മുന്നിൽ ഇത്തിരി വലിപ്പത്തോടെ തന്നെ നിർത്തി. ബൗദ്ധിക വ്യായാമങ്ങൾ എഴുത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയ ചുറ്റുമുള്ള ഓരോ സാധാരണക്കാരനോടും ലോഹ്യം പറഞ്ഞ എത്രയോ തനിയാവർത്തനങ്ങൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടപ്പോഴും കന്മതങ്ങൾക്കായി താഴ്വരകളിൽ ചേക്കേറിയപ്പോഴും കണ്ണീരുപ്പ് കലർന്ന മിഴികളുമായി തിരശീലയിൽ നമ്മെ വരവേറ്റപ്പോഴും അയാളുടെ നായകന്മാർക്കായി ക്ലാസും മാസും ഒരുപോലെ കൈയടിച്ചു. മേലെടുത്ത് രാഘവൻ നായരും സേതുമാധവനും ബാലന്മാഷും ഭാനുവും റോയിയും ആന്റണിയും അലിയാരും ചന്ദ്രുവും സരോജിനിയും കല്ലിയൂർ ഗോപിനാഥനും വാറുണ്ണിയും വിദ്യാധരനും ബാബുവും ശശികുമാറും തുടങ്ങിയ എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം വിജയജാതകം എഴുതിവെച്ചത്. കഥകളുടെ എഴുതാപ്പുറങ്ങൾ ബാക്കിയാക്കി കാലമെന്ന സൂത്രധാരൻ പൊടുന്നനെ മടക്കി വിളിച്ച അനശ്വരനായ ചലച്ചിത്ര പ്രതിഭ. ഓർമ്മകളിൽ എന്നും ലോഹിതദാസ്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഒന്നാം തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. ടിയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ. വാണിജ്യപരതയും കലാമൂല്യവും കൂട്ടിമുട്ടാത്ത രണ്ട് പാളങ്ങൾ പോലെ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കൂട്ടിമുട്ടിയിരുന്ന അവസ്ഥയിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത മലയാള സിനിമയിൽ മധ്യവർത്തി സിനിമകൾക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ പത്മരാജൻ, ഭരതൻ തുടങ്ങിയ പ്രതിഭകളാണ്. അതിനുശേഷം 80കളുടെ തുടക്കത്തിൽ വലിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ തന്നെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള ചിത്രങ്ങളാക്കി മാറ്റാം എന്ന് നമുക്ക് കാണിച്ചു തന്ന സംവിധായകരുടെ എണ്ണത്തിൽ പ്രഥമഗണനീയൻ. മലയാളി എന്നും ഓർക്കുന്ന, ഓമനിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനത്തോടെ സിബി മലയിൽ സാർ. സാർ, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ലോഹിതദാസ് സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യം വരേണ്ട ഒരാൾ സിബി മലയിൽ സാർ തന്നെയാണ്. ശ്രീനേട്ടൻ എഴുതിയ, പ്രിയദർശൻ സാർ എഴുതിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ലോഹിതദാസ് എന്നൊരു പുതിയ എഴുത്തുകാരനെ മലയാള സിനിമയിലേക്ക് തനിയാവർത്തനത്തിലൂടെ കൊണ്ടുവന്നത് സിബി സാർ ആയിരിക്കും. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാണൽ, എങ്ങനെയായിരുന്നു ലോഹിതദാസ് സാറ് സിനിമയിലേക്ക് വന്നത്? എൻ്റെ ഒരു അറിവിൽ അദ്ദേഹം നാടക പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതെ, സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നും മറ്റു പറയുന്നൊരു നാടകത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. സാർ എങ്ങനെയാണ് ലോഹി സാറിനെ കണ്ടെത്തിയത്? ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്ത രാരീരം എന്ന സിനിമയിൽ തിലകൻ ചേട്ടനൊരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു. അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ കുറിച്ചുള്ളൊരു അപ്രീസിയേഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം, നാടകം എഴുതുന്ന ആളാണ്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം അന്ന് വന്ന ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോട് 3 കഥകളാണ് പറയുന്നത്. 3 കഥ പറഞ്ഞു? 3 കഥകൾ ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 കഥകൾ ഒരുപാട്. ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ, പിന്നീട് മഹായാനം, അങ്ങനെ 3 കഥകൾ ഒരുമിച്ച് പറഞ്ഞു. ഇപ്പം 3 നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ 3 ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു. 3 സിനിമയായി കാലത്തിൽ. അതെ അതെ. അപ്പോൾ പിന്നീട് അദ്ദേഹം, ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ ശ്രീനിയുമായിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല. അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പിന്മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് 2
എഴുത്തുകാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥയൊന്ന് കേട്ട് നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവരുടെ കഥ കേട്ടു. പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട്. അപ്പോൾ പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ അന്ന് വന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട്, ഇയാളുടെ വീടറിയില്ല, ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം, അടുത്ത ദിവസം വിഷുവാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് അന്ന് രാത്രി ശബരിമലയ്ക്ക് പോകണം. അതിനു മുമ്പ് ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി. ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്ക് ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു, ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പേഴ്സൺ ഡിസ്റ്റിലറി കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു കലുങ്ക് കാണും, ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ രണ്ടുപേർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു വെള്ള അംബാസഡറാണ്. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഇയാളെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു. ഞങ്ങൾ തമ്മിൽ മുഖമ്പത്തോട് കാണാനുള്ളൊരു അടുത്തെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന്, അയ്യോ സാറായിരുന്നു, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡറുണ്ട്, അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ആവശ്യം, ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചു. അദ്ദേഹം പെട്ടിയും 5-6 ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു രീതിയിലല്ല ഉള്ളത്, അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിനൊന്നും ചെയ്യാനില്ല, കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കഥാപാത്രമുണ്ട്, അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ട് അടുത്ത് പറഞ്ഞ കഥയാണ് തനിയാവർത്തനമായി മാറിയത്. ബാലമാഷ് എന്ന കഥാപാത്രം ആ വെള്ള അംബാസഡറിൽ കലിങ്കിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായമെടുത്ത് വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കൂടുതൽ കേൾക്കാം. ഓർമ്മയിൽ നിന്നും ലോഹിതദാസ്, സിബി മലയിൽ സർ. സാർ, പിന്നീട് ഈ ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലെയുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹീറോ എല്ലാ തിന്മകളെയും അവസാനിപ്പിക്കുന്നിടത്ത് ആ സിനിമ തീരും. വേണമെങ്കിൽ കീരിക്കാടൻ ജോസിനെ വിജയകരമായി അവസാനിപ്പിക്കുന്നിടത്ത് കിരീടത്തിലെ ഹീറോയ്ക്ക് നിൽക്കാം. പക്ഷെ അവിടുന്ന് കഥ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിൽ പരാജിതനായി പോകുന്ന ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത്? എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു. ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്നൊരു ഗ്രാഫ് വളരെ വ്യക്തമാണ്. കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത്. മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്നും ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ പിഷാരടി പറഞ്ഞതുപോലെ ഈ അവിടുത്തെ KD ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു സ്പോട്ടയിലേക്ക് എത്തുകയാണ്. അപ്പം ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ്. ഇതിനിടയിൽ ഈ ഒരു അക്കാലത്തെ നമ്മുടെ നായക സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട്. നായകൻ പരാജിതനാകാൻ, തോറ്റുകൊടുക്കാൻ, കീഴടങ്ങാൻ പോയൊരു നായകനാണത്. ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത്. അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർ പറയുന്നത് മോഹൻലാലിനെ പോലൊരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ, തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത്
പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു. അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് വഴങ്ങേണ്ടി വന്നു. അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ. അതെ, ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത്. ഈ ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ നിർത്താറുണ്ട്. ഒരു രണ്ടാം ഭാഗം വരും, നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട്. കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഉണ്ടായെങ്കിലും ഈ കിരീടം എന്ന ചിത്രം നടക്കുന്ന സമയത്തോ തീരുന്ന സമയത്തോ രണ്ടാം ഭാഗം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് തന്നെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിലെത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾക്ക് ഒരിക്കലാണ് ഞാനും അതിൻ്റെ നിർമ്മാതാവായ ഉണ്ണിയും ലോഹിതദാസും കൂടെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങുന്നത്. ലോഹിതദാസ് സാറിനും അന്നാണ് ഈ ആലോചന. അതിന് മുമ്പ് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിച്ചു, ഇയാൾ ജയിലിൽ പോയി ഒരു 7 വർഷം അയാൾ ജയിലിൽ കിടന്ന ശേഷം അയാൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വരുമ്പോൾ അയാളുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുമെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ സേതുമാധവനും അച്യുതൻ നായരും ഒക്കെയും അതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണാൻ തുടങ്ങി. അവർക്ക് പരിചയമുള്ള ആരോ ആണ് ഇവരൊക്കെ, ഉറപ്പായിട്ടും നമ്മുടെ അയൽവാസികൾ ആരോ ആണ്, നമ്മുടെ പരിസരത്തുള്ള ആരോ ആണെന്നൊക്കെ അവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റിയ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എന്താണ് അവരുടെ ജീവിതം എന്താണെന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കും ആകാംക്ഷയുണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ചെങ്കോൽ എന്ന് പറയുന്നതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉള്ള ആലോചന തുടങ്ങിയത്. ഈ സിനിമയുടെ ഒരു കഥ, തിരക്കഥ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തിൽ നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത്. ഇപ്പം അച്യുതൻ നായർ രാത്രി ഇങ്ങനെ റോന്ത് ചുറ്റുന്നു, ഒരു കടത്തിണ്ണയിൽ ടോർച്ചടിക്കുന്നു, കടത്തിണ്ണയിൽ നിന്ന് എണീക്കുന്നു, അല്ലെ നടന്നു പോകുന്നു. ഇതൊരു പാട്ടിനിടയിൽ വരുന്നൊരു മൊണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ്. അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ പാട്ടിലുണ്ടാവണോ എന്നറിയില്ല. ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ വന്നു പോകുന്ന സൈസ് മൊണ്ടാജുകളൊരു ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണോ പലപ്പോഴും? ഇല്ല, ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ കിരീടത്തിലെ ഈ പാട്ട് കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല, എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഞങ്ങൾ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ ഇന്നതായിരിക്കണമെന്ന് പറയുന്ന കൃത്യമായൊരു സീക്വൻസ് ഉണ്ടാകത്തില്ല. അത് ഞാൻ ആ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട്, കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാമെന്ന സ്ത്രീയെടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നിടത്തുനിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിഷ്വൽസിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ്. ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകൻ തിരിച്ചു വരാത്തൊരു മകനെ ആലോചിച്ചുള്ള അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ വളരെ സ്വാഭാവികമായ ഒരു സാഹചര്യം നമുക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, അച്ഛനൊരു പോലീസുകാരനാണ്, അയാളിപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട്, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. ഇവർ കിടക്കാനൊരു ഇടവില്ല, ഇവർ ഏതൊക്കെ കടത്തിണ്ണയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത്. ആദ്യം ഇതിൻ്റെ ഈണമൊക്കെ വേറെ ഏതോ പ്ലാൻ ചെയ്തു എന്നൊരു പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഇത് നമ്മൾ ഇതിനകത്ത് 2 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ്. അവരുടെ വിവാഹം വീട്ടുകാർ മുറപ്പെണ്ണ നിലയിൽ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും അവരുടെ ചില തമാശകളും കണ്ടുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സീനുണ്ട്, ഇവർ
അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ കയറി ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്ന് നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലുമുള്ള കഥാപാത്രങ്ങളുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ഇവൻ കട്ട് തിന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത്. അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ 2 പാട്ടുകൾ, പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടെയാണ്. ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്തത് ആ പ്രണയഗാനമാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് ഈ പാട്ടിൻ്റെ താളമൊന്ന് താഴ്ത്തി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോൺസൺ പറഞ്ഞു, ഇങ്ങനെയല്ല, ഈ പ്രണയഗാനമല്ല, അതിന് ടെമ്പോയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചാൽ അത് ഡള്ളായി പോകുന്നു. അപ്പോൾ ലോഹി പറഞ്ഞു, ഒന്ന് പാടി നോക്കുക, ഒന്ന് താഴ്ത്തി പിടിച്ചൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി. അപ്പോഴൊന്നും നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കാർക്ക് കൈതപ്പുറം ഇരിപ്പോൾ ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. താഴ്ത്തി പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ളൊരു ട്യൂണായിട്ട് അത് മാറി. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത്. കണ്ണീർ പൂവിൻ്റെ പാട്ട് ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ സിറ്റുവേഷന് വേറൊരു പാട്ടുണ്ടാക്കിയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലെ ഈ 2 പാട്ടുകളും ഉണ്ടായത്. ഒറ്റ ദിവസത്തെ കമ്പോസിങ്ങിലാണ് ഈ 2 പാട്ടും ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പല സിനിമാ നടന്മാരോടൊപ്പം സ്ഥലപ്പേരുകൾ ഉണ്ടാകാം. ഒരു നടൻ ഒരിടത്ത് നിന്നതിൻ്റെ പേരിൽ ആ പേര് ആ സ്ഥലത്തിനുണ്ടായേക്കാം. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാട്ടിൽ ലാലേട്ടൻ നടന്നു പോകുന്ന ആ സ്ഥലം, ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം കിരീടം പാലം എന്ന പേരിൽ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്മാർക്കായി മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥയും കഥാപാത്രങ്ങളുമെല്ലാം നമ്മൾ ഓരോ മലയാളിയോടും എത്ര ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. നമുക്ക് ഒരാളെ കൂടി ഈ അവസരത്തിൽ ലോഹി സാറിൻ്റെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കാം. നമുക്ക് സല്ലാപവും കുടമാറ്റവും സമ്മാനിച്ച ഒരു സംവിധായകൻ, അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ, നമുക്ക് പ്രിയപ്പെട്ട സംവിധായകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, സുന്ദർദാസ്. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യ സിനിമയിൽ ലോഹിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് കിട്ടുകയാണ്. അത് ആ സമയത്ത് ഒരു ഇത്തിരി പാടുള്ളൊരു കാര്യമല്ലേ ആയിരുന്നില്ലേ? എങ്ങനെയാണ് അത് ലോഹിദാസ് സാറിനെ സുന്ദർദാസ് സാർ അപ്രോച്ച് ചെയ്യുമായിരുന്നോ? ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നിങ്ങളത് വരെ? ലോഹിയുമായിട്ട് എനിക്കുള്ളൊരു 1978 മുതലുണ്ട്. 1978 മുതൽ ഞങ്ങളൊരു സൗഹൃദമുണ്ട്. 85-ലാണ് സിബി സാറിൻ്റെ തേനാവർത്തനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അപ്പം ഈ തേനാവർത്തനം മുമ്പ് ലോഹി ഞാനും സിനിമയിലേക്ക് അങ്ങനെ കയറിപ്പറ്റാവുന്ന ഒരുപാട് ആലോചനകളൊക്കെ നടന്നത്. വലിയൊരു നീണ്ട കഥയാണ്. അപ്പോൾ തേനാവർത്തനം കഴിയുന്നു, അത് വലിയൊരു സക്സസ് ആവുന്നു. ഒരു തുടർച്ചയായിട്ട് സിബി സാറിൻ്റെ സിനിമകൾ, എഴുതാപ്പുറങ്ങൾ, വിചാരണ, അങ്ങനെ മുദ്ര, അങ്ങനെ സിനിമകൾ വരുന്നു. അങ്ങനെ ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള സിനിമ ആലോചന നടക്കുന്ന സമയത്ത് അവിടെ അതിനൊരു പാലസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ സിബി സാറായിട്ട് ആരെയും കഥ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ സുഹൃത്ത് ഫലത്തിൽ ഇതിൻ്റെ ഒരു കഥയുടെ ഒരു 1 ലൈൻ, ഇങ്ങനെ ഒരു കഥയാണ് എന്ന് പറയും. ഒരു പാലസ് വേണം എന്ന് പറഞ്ഞിട്ട് കവളപ്പാറ പാലസ് എന്നുണ്ട്, ഷൊർണൂരുള്ള ഒരു പാലസ് കാണാനായിട്ട്. അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. അതിന് പോകുന്നു. പക്ഷെ കവളപ്പാറ പാലസ് എന്നല്ലാതെ അതിനൊരു കൊട്ടാരത്തിൻ്റെ ഒരു പരിവേഷമൊന്നുമില്ല. അത് ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന. തിരിച്ചു വരുന്നൊരു വടക്കാഞ്ചേരി സ്റ്റേന്ന് ലെവൽ ഇതുണ്ട്, ഗേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കായിരുന്നു. അപ്പോൾ പണ്ടേ മുതലിങ്ങനെ സിനിമയോടുള്ളൊരു താല്പര്യവും ആഗ്രഹമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടു നടന്നാണ്. ലോഹി ഇപ്പോൾ വലിയ സ്ഥിതിയിലെത്തി. അപ്പോൾ എന്നോട് പഴയ ആഗ്രഹം എപ്പോഴും നിലവിലുണ്ടോ എന്ന് വെച്ചാൽ, ഞങ്ങളവിടെ ഇരുന്ന് അവിടെ കായവർത്തകം മേടിച്ച് കഴിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ആഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ വിവാഹിതനാണ്. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ, ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു ഡയറക്ടർ കീഴിൽ ഇങ്ങനെ ചീത്തയൊക്കെ ആയിട്ട് നിൽക്കാറൊന്നും എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതല്ല, തേനാവർത്തനം ചെയ്ത സിബി മലയിലുണ്ട്. അദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ ചീത്ത പറയുകയോ ഒന്നൊരാളല്ല. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ പറ്റില്ല. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ഒരു പടം ഞാൻ ചെയ്യുന്നത്, കിരീടം ഉണ്ണിയുടെ പടം. അത് മാലയം എന്നുള്ള സിനിമയാണ്. അതിൽ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിബി മലേൻ്റെ കൂടെ ആക്കാം എന്ന് പറയുന്നു. അങ്ങനെ ലോഹി മുഖേന ഞാൻ സിബി സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നു. അതിന് സിബി സാറിൻ്റെ കൂടെ ഒരു 14-15 പടം ഞാൻ അസിസ്റ്റൻ്റായിട്ടും പിന്നീട് ലാസ്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. മിക്കവാറും ലോഹിയുടെ പടങ്ങൾ തന്നെയായിരുന്നു. 5-8 പടങ്ങൾ ലോഹിയുടെ തന്നെയായിരുന്നു. ഭരതം, കമലതളം, വളയം, അങ്ങനെ
അപ്പോൾ ഒരു പടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കമലകളം കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മദ്രാസിലെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഊണ് കഴിച്ചിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഒരു സിനിമ ചെയ്യണ്ടേ? ഞാനൊന്നും സിനിമ ചെയ്യാറായിട്ടില്ല, ഇത്രയും പടങ്ങളായില്ല, ഞാൻ എന്താ കൂടുതൽ പഠിക്കാമല്ലോ, ഞാൻ അതായിട്ടില്ല. അങ്ങനെ അത് പറഞ്ഞു പോകുന്നു. അങ്ങനെ സിന്ദൂര എന്നുള്ള സിബി സാറിൻ്റെ പടം ഷൂട്ടിങ് കഴിഞ്ഞ്, അത് രഘുനാഥ് പലേറ്റ് സാറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ എന്നോട് നേരത്തെ ഭൂതക്കണ്ണാടിയുടെ ഒരു എലമെൻറ്റ് പറഞ്ഞിരുന്നു, ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ലോഹി ചെയ്യാനിരുന്ന സിനിമ, ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ, ലോഹി ചെയ്യുന്ന സിനിമ. അപ്പോൾ എന്നോട് നമുക്കൊരു പടം December 31 സെൻസർ ചെയ്യണമെങ്കിൽ 31 മുമ്പ് സെൻസർ ചെയ്യണമല്ലോ, മറ്റേ അവാർഡിനയക്കണം, എന്ന് ഷൂട്ടിങ് തുടങ്ങണം. ഞാൻ പിന്നെ ഒരു സെപ്റ്റംബർ ആദ്യമൊക്കെ തുടങ്ങിയാൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടി എന്നാൽ നമ്മളൊരു സിനിമ. അപ്പോൾ എൻ്റെ വിചാരം ലോഹി ചെയ്യാൻ പോകുന്ന വിദ്യാധരൻ്റെ ഈ വിദ്യാധരൻ വാച്ച് വിദ്യാധരൻ്റെ കഥ ചെയ്യണം എന്നോട് അസോസിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് പുള്ളി പറഞ്ഞു, ഞാൻ എഴുതുന്നു, നീ സംവിധാനം ചെയ്യുന്നു. ഞാൻ പിന്നെ എനിക്കിപ്പം പറ്റില്ല, പേടിയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് നടക്കുകയാണ്. ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നു. ലോഹിയുണ്ട്, സിബിസാർ അവിടെ കോട്ടേജിൽ താമസിക്കുന്നു, സത്യേട്ടനൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം സിബിസാറിൻ്റെ കോട്ടയിലേക്ക് നേരെ കാലത്ത് ചെന്നു. അത് റെഡി ആവുന്നുള്ളൂ ഈ സിനിമകൾ കാണാൻ. ഞാൻ ലോഹി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറയുന്നുണ്ട്. സാർ പറഞ്ഞു, എനിക്കറിയാം, കിരീട ഉണ്ണിയല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ധൈര്യമില്ല, ഞാൻ ചെയ്യടോ, തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിൻ്റെ ഒരു മാനസികമായ ധൈര്യമാണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് കാരണമാണ്. അങ്ങനെ ഒരു ലളിതമായ കഥ എന്ന് പറഞ്ഞിട്ടാണ് സല്ലാപം എന്നുള്ള സിനിമ വരുന്നത്. അതിലൂടെ ഒരു നായകൻ, പുതിയ നായികയൊക്കെ ഫസ്റ്റ് പടത്തിൽ തന്നെ അങ്ങനെയുണ്ടല്ലോ, ഒരു നായകനെ കൊണ്ടുവരുന്നു. അവർ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായകനും നായികയൊക്കെ വരുന്നു. ജോൺസൺ മാസ്റ്റർ അതിമനോഹരമായ ഗാനങ്ങൾ. ഒരാളിപ്പം ലോഹിതദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കും. കാണാം. നമസ്കാരം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ലോഹി സാറാണ്. ഞാൻ ലോഹി സാറിനെ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപത്തിൻ്റെ സ്ക്രീൻ ടെസ്റ്റിന് അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നതിനോടൊപ്പം എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഓരോ സീനും ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല, ആ കഥാപാത്രം ജനിച്ചത് തൊട്ടുള്ള ഓരോ ഘട്ടവും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട്, ഇപ്പൊ സല്ലാപത്തിലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, രാധ ജനിച്ചത് എവിടെയാണ്, രാധയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് വരെ ലോഹി സാറിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പോലെ ഒരു പുതുമുഖ നടിക്ക് അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. ലോഹി സാറിന്റെ 3 കഥാപാത്രങ്ങൾ ആണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. സല്ലാപം, തൂവൽ കൊട്ടാരം, കന്മദം. ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കഥാപാത്രം കന്മദത്തിലെ ഭാനുവാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ കഥാപാത്രങ്ങൾ എന്നെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സല്ലാപം ഇറങ്ങുന്നത് ഹിറ്റ്ലറും കാലാപാനിയും ദേവരാഗവും ഒക്കെ കൂടെ തിയേറ്ററിൽ വരുന്ന സമയത്താണ് ഇത്രയും പുതുമുഖങ്ങളൊക്കെ ഉള്ള ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ വരുന്നതും അത് അത്രയും ജനപ്രീതിയിലേക്ക് എത്തുന്നതും. തിരിച്ച് ഇപ്പൊ ഇതിനിടെ ഭരതത്തിനെ പറ്റി ഒരു വരി പറഞ്ഞു പോയല്ലോ, ഞാൻ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. അത് വേറൊരു സിനിമ ചെയ്യാനിരുന്നിട്ട് അതിന്റെ കഥ അതുപോലത്തെ ഒരു സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങിയ അങ്ങനെയല്ലേ, 5-6 ദിവസം കൊണ്ട് വീണ്ടും ഒരു കഥ ഉണ്ടാക്കി ചെയ്തതാണ് ഭരതം എന്നുള്ള സിനിമ എന്ന് പറയുന്നു. വീണ്ടും ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഈ ഭരതത്തില് ഞാൻ സിനിമ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ്. ഇപ്പം വേണുചേട്ടനെ കാണാതെ പോയ ശേഷം ഒരു ബൂത്തിൽ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ വിളിക്കും. അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ ഉണ്ടോ, ഇല്ല നീ ചോദിച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് വീണ്ടും ലാലേട്ടൻ അപ്പം കല്യാണത്തിന് വരൂലേ എന്നും പറഞ്ഞ്, കാരണം ഒരു കല്യാണം നടക്കുന്നുണ്ട് അവിടെ, അത് ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആക്ടർ കയറി വന്നിട്ട് നേരെ ജയറാമേട്ടനോട് എന്തോ വഴക്കുണ്ടാക്കുന്ന ആ പ്രശ്നത്തിനൊക്കെ ഇടയിൽ ഫ്രെയിമിന്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ലളിത ചേച്ചി, നീ കഴിച്ചാണോടാ, ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്ക് എന്ന്
പറയുന്നുണ്ട്. അപ്പം ചില എഴുത്തുകാരുടെ സിനിമ കാണുമ്പോൾ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ആ എഴുത്തുകാരനെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ലോഹിത് സാറിന്റെ തിരക്കഥയും സംഭാഷണവും വായിക്കുമ്പോൾ ഓരോ കഥാപാത്രവും അതിനപ്പുറത്തേക്കുന്നവരും ഇപ്പുറത്തേക്കുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അതുപോലെ സ്ക്രിപ്റ്റിലുള്ളതാണോ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതുമ്പോൾ? അതെ അതെ. ലോഹിയുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അത്ര കൃത്യതയോടെ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും ഈ നേരത്തെ ഇപ്പം മഞ്ജു പറഞ്ഞതുപോലെ കൃത്യമായ ഒരു രൂപം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം, പൂർവ്വകഥ, അയാളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത്. അല്ലാതെ ആ സിനിമയുടെ ആ കഥാസന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുകയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഹിയുടെ ഓരോ ഡയലോഗുകളും കൃത്യതയോടെ തന്നെ പറയേണ്ടി വരും. അവർക്ക് നമുക്കൊരിക്കലും പലരും സാധാരണ ചില സിനിമകളിലൊക്കെ ആക്ടേഴ്സ് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മാറ്റിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ലോഹി എഴുതുമ്പോൾ ലോഹി കടന്നു പോകുന്നത് ഓരോ കഥാപാത്രത്തെയും ലോഹി അഭിനയിച്ചുകൊണ്ടാണ്. കണ്ണാടിയുടെ മുമ്പിൽ അഭിനയിച്ച് കരഞ്ഞും ചിരിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതുന്നത്. അതിൽ നിന്ന് ഒരു വലിയ ഒരു വാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആ എഴുതിയതിൻ്റെ എല്ലാ പൂർണ്ണതയും ഇല്ലാതായി പോകും. 5-6 ദിവസം കൊണ്ടൊരു സിനിമ ആലോചിക്കുക, അല്ലെങ്കിൽ ഇപ്പം ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കാണുന്ന പല സിനിമകളും 25 ദിവസം, 30 ദിവസം, പരമാവധി 50 ദിവസം അല്ലെ. ഭരതൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഭരതം കഥ 5-6 ദിവസമൊന്നുമില്ല, 2 മണിക്കൂർ കൊണ്ടാണ് ഒരു കഥ ആലോചിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഈ കഥ മാറ്റണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് 1 മണിക്കൂറിൽ ഈ പുതിയ കഥ തീരുമാനിക്കുന്നു. അത് എഴുതാനായിട്ട് ആ കഥ തീരുമാനിച്ച് 4-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. 4-ാം ദിവസം ഷൂട്ടിംഗ്, കഥ തീരുമാനിച്ച് ഈ കഥയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു പൂർണ്ണ രൂപം പ്രൊഡ്യൂസറായ മോഹൻലാലിൻ്റെ അടുത്തും അതിനെ ഡിസ്ട്രിബ്യൂട്ടറോടും പറഞ്ഞ ശേഷം നമ്മൾ 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുമാനിച്ച കഥ 27-ാം തീയതി രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ എഴുതി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിലായതുകൊണ്ട് ഉള്ള ഒരു കൺവീനിയൻസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ 27-ാം തീയതി തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് 30-ൽ താഴെ ദിവസം. കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടു പോയി. ഈ പ്രണവം ആർട്സിൻ്റെ സിനിമകളെല്ലാം മാർച്ച് ലാസ്റ്റ് വെള്ളിയാഴ്ച, മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമെന്നുള്ളത് തിയേറ്ററുകളുടെ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനുവരി 27-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു, ഫെബ്രുവരി ഒരു 20-25 വരെ ഷൂട്ട് ചെയ്യുന്നു. 1 മാസത്തോളം ഷൂട്ട് ചെയ്തു. അത് കൂടാതെ ഇതിനകത്തെ പാട്ടുകളിൽ കുറേ പോർഷൻസ് നമ്മൾ മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കഥ തീരുമാനിച്ച് ഏതാണ്ട് 60-ൽ താഴെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് തിയേറ്ററുകളിലെത്തുകയാണ്. അതൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് പറയാം. അല്ല, ഇതേ സാധിച്ചതാണ്, ചെയ്തു കഴിഞ്ഞതാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് ഇതിന്ന് ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ പറ്റി, 30 ദിവസമുണ്ട്, 5 ദിവസമുണ്ട്, ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കാം. അന്ന് ഇതെങ്ങനെ പറ്റിപ്പോയെന്ന് എപ്പോഴെങ്കിലും സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അന്ന് സാധിച്ചതെന്നുള്ളത്? ഇല്ല, അതല്ലാതെ മാർഗമല്ലോ. 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം. അപ്പോൾ തിയേറ്ററുകളുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മാറും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ലാൽ അതിന് തയ്യാറുമാണ്. ലാൽ പറഞ്ഞു നമ്മുടെ സ്വന്തം പടമല്ലേ, നമുക്ക് മാറ്റി വെക്കാം, ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് 4 മണിക്കൂർ സമയം തരും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂറിൽ കഥ കിട്ടിയതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ. ഒരു ദിവസം രാവിലെ ലോഹിയാൻ പറയും ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന്, ഈ പാട്ടെന്ന് പറയുന്നത് നിസ്സാര പാട്ടല്ല, ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. ഓരോ പാട്ടിനും 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ്. ഗോപാംഗനയുണ്ട്, രാമകഥാ ഗാനലയുണ്ട്, ശ്രീവിനായക സ്റ്റേജിൽ വെച്ച് പാടിയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിന്റെ രഘുവംശവധ ഒരു പേരെടുത്തുമ്പോ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ധ്വനിപ്രസാദം എന്നൊക്കെ പറയുന്ന ഒരു കീർത്തനം പോലത്തെ ധ്വനിപ്രസാദം. അതെ, അതുകൊണ്ട് ഇത്രയും പാട്ടുള്ള പടമാണ്. പിന്നീട് എത്ര അവാർഡുകളും എത്ര പ്രതിഭകളുടെ അതിന്റെ കാസറ്റൊക്കെ എടുത്തു നോക്കിയാൽ ലാലേട്ടന് നാഷണൽ അവാർഡ്, സിനിമയ്ക്ക് അവാർഡ്, ദാസേട്ടൻ അവാർഡ്, രവീന്ദ്രൻ മാഷ്ക്ക് മെൻഷൻ, എന്തോരം അവാർഡുകളുള്ള ഇതിലേക്ക് വന്നതെന്നുള്ളതാണ്. ഭാരതവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട്. ഞങ്ങൾ പന്നിയങ്കര എന്നുള്ളൊരു വീട്ടിലാണ് സാർ മെയിൻ ലൊക്കേഷൻ. ലാലേട്ടൻ്റെ വീട് വേണിച്ചേട്ടൻ്റെ ഒക്കെ വീടായിട്ടുണ്ട്.
അപ്പോൾ ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ്. ലാലേട്ടൻ, വേണിച്ചേട്ടൻ, ലക്ഷ്മി, ലളിതേച്ചി, ഒടുവിലാൻ, എല്ലാവരും കോമ്പിനേഷൻ. പിന്നെ അവിടെ ആ ഡേ സീൻ ഉച്ചയ്ക്ക് തീരും. ലോഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. സീൻസ് നമുക്കുണ്ട്, പക്ഷെ ആ ലൊക്കേഷനിൽ ഡേ സീൻസ് ഇല്ല. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് 10-12 കിലോമീറ്റർ പോയിട്ട് വേണം ഉർവശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നിടത്തൊരു ഡേ സീൻ ഉണ്ട്. പിന്നെ നൈറ്റ് ഇവിടെയുള്ളത്, തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഇവരൊന്ന് ലോഹിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാമല്ലോ, ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ കാറെടുത്ത് പോകുന്നു. അപ്പോൾ ബ്രേക്ക് പറഞ്ഞു, ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ഹോട്ടലിൽ പോയി. ലോഹി അവിടെ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നു. ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു സീൻ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു സീനുണ്ട്, പക്ഷെ നമുക്ക് ഇന്ന പുള്ളിക്ക് എൻ്റെ സാങ്കേതികത്വം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. സാറ് പറഞ്ഞത് ഷിഫ്റ്റ് പോകണം, വരണം, ഷിഫ്റ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ഒരു സീൻ വേണം. പുള്ളി ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ഒരു എഴുതാൻ പറഞ്ഞത് ഇപ്പം 25 വിചാരിക്കുക, 26 നൈറ്റ് എന്നാ സംഭവം, 27 ഇങ്ങനെ 11 സീൻ പറയുകയാണ്. എഴുതിയിട്ടില്ല അത്. സീൻ ഓർഡർ പറയാ. പിന്നെ ഓർഡർ പറയാം. അത് ഞാൻ സാറിന് മുമ്പിൽ സീറ്റ് വലിക്കാത്ത ഞാൻ വിൽസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലാണ് എഴുതുന്നത്. ഈ നോട്ട് ഇത് ഭരതം സിനിമയിലെ സീനിന്റെ കാര്യമാണല്ലോ വിൽസിന്റെ പാക്കറ്റിൽ എഴുതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ സാറിന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന അതാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് 12ാമത്തെ ഈ സീൻ എഴുതുന്നത്. പുള്ളി 2 സീൻ, ഒരു സീൻ അതിൻ്റെ ബൈ സീൻ A, B. ഞാനത് ചുറ്റി കൈ പിടിച്ച് നേരെ കാറിൽ വന്നിട്ട് നേരെ പന്നിയങ്കരയ്ക്ക് പോവാണ്. അപ്പോൾ സാറിങ്ങനെ ടെൻഷനായിട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള പന്നിയങ്കര അവിടെ അവർ ഒരു ഇതുണ്ട് ഗേറ്റിൻ്റെ അവിടെ പടിപ്പുര. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു, സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഉടനെ അവിടെ ഇരുന്ന് കോപ്പി എടുത്ത് അതിൻ്റെ ഒരു 2 കോപ്പി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഷോട്ട് വെക്കണ്ടേ, അല്ല പണി നടക്കണ്ടേ. അല്ല അതിനൊരു കാര്യം കൂടി ഉണ്ട്. അത് 2 പ്രതിഭകളുടെ, ഞാൻ പറഞ്ഞു സിബി സാറും ലോഹിദാസിൻ്റെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സാധനം കൂടിയാണ്. ഇയാൾ 12 സീന് വിട്ടിട്ട് എഴുതി തരുന്നു. ഇത് ഞാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുകയാണ്. കോപ്പി എടുത്തിട്ട് സാറ് വന്നിട്ട് നോക്കി എന്താ. അപ്പം ഞാൻ ഈ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയാണ് സീനുകൾ. അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത്രയും സീക്വൻസസിൻ്റെ ഇമോഷണൽ ഗ്രാഫ് കാര്യം എനിക്കറിയില്ല. ഈ 11 സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കഥ നിർമ്മാത്തം വളർന്നിരിക്കുന്നു. അതിന് മുമ്പുള്ള ഒരു ഈ ചെയ്തുള്ള ഒരു അതാണ് ഞാൻ ആ ഒരു കൂട്ടായ്മ, ഒരു സിൻക്രണൈസിങ്, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഞാനിത് എഴുതി ഞാൻ ഫസ്റ്റ് പേജ് എഴുതി, ഇനിയും 3-4 പേജ് എഴുതണം. കാരണം ഇത് പുള്ളിയുടെ ചെറിയ അക്ഷരമായതുകൊണ്ട് 5-6 പേജ് വരും ഈ സീൻ. സാറ് ഫസ്റ്റ് പേജ് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ക്യാമറ ഫസ്റ്റ് ഷോട്ട് ഇവിടെ എന്ന് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം. കാരണം ഈ സീൻ കൺസീവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ഈ 2 എനിക്കൊന്ന് സാറിനും എത്തി പറയാം 2 പ്രതിഭകളുടെ ഒരു ഭയങ്കര ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സിനിമകളുടെ ഒക്കെ ഒരു പ്രതിഭകളുടെ ഏരിയ അങ്ങോട്ട് പിടിച്ചാല് തീരില്ല. അതിന് മാത്രം ആളുകളാണ്. ഒരുപാട് സിനിമകളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലോഹിത് സാറിന്റെ സിനിമകളിൽ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് മേജർ വേഷങ്ങളിൽ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും സഹവേഷങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരാളെ ഞാനിപ്പോൾ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് വളരെ ജനകീയമായ ഒരു സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഇയാൾ മലയാളിയാണോ, ഇയാൾ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വന്ന ഒരു സാധാരണ തൊടുപുഴക്കാരൻ. പക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്ത്, സഹപ്രവർത്തകൻ, നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ. നിഷാന്ത് ഭായ്, നമസ്കാരമുണ്ട്. ലോഹിത് സാറിന്റെ ഒരു കണ്ടെത്തലാണ്. ഓർമ്മയുണ്ടോ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ? ആ കാലത്തൊക്കെ ചിലപ്പോൾ പ്രിന്റ് മാഗസിനിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും. ശരിക്കും എന്താ പറയാ, എൻ്റെ ആദ്യത്തെ സിനിമ ദേവദാസി എന്നൊരു സിനിമയാണ്. ബിജു വർക്കി ഡയറക്റ്റ് ചെയ്ത്. അതെ, ബിച്ചേട്ടൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ആയാലും. അപ്പം എന്താ പറയാ, ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു.
അപ്പം അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ഞാനത് എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അജി കിഴിലം എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ. അപ്പം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ്, അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് അതങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത്. അല്ല, ആ സമയത്ത് ഈ സുധീർ മിശ്ര എന്നല്ലേ, സുധീർ മിശ്ര അതെ 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 കഥാപാത്രത്തിന്റെ പേര്. സുധീർ. ഞാൻ പിന്നീട് ഒരിക്കൽ നിഷാന്ത് എന്നെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം? ഞാൻ തൊടുപുഴയിലാ എന്ന് പറഞ്ഞു. തൊടുപുഴ? ഞാൻ നിങ്ങൾ വല്ല ബോംബെക്കാരനുമാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. നിഷാന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു, അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലേക്ക് ആലോചിക്കുമ്പോ ബോംബെക്കാരനല്ലേ, അറിയില്ലല്ലോ അല്ലേ, അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? എൻ്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരികയൊക്കെ മലയാളത്തിലല്ല, അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക, മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ. എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക, അങ്ങനെ ഒരു അപ്പിയറൻസും. പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ അന്നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാർ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു. നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല, നീ 2-3 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഇതിലിങ്ങനെ ഒരു ആ ക്യാരക്ടറാണെങ്കിലും പടത്തിലെ കഥാപാത്രമാണെങ്കിലും അതെ ഒരു പുറമേയൊക്കെ പോയി സർക്കസ് പഠിച്ചു വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിന് നല്ലതാണ്. ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമയ്ക്കകത്ത് വന്നിരുന്നത്. ഈ ലോഹിതദാസ് സാർ സംവിധാനം ചെയ്യാൻ പറഞ്ഞില്ല, അപ്പൊ ആദ്യം ഭൂതക്കണ്ണാടി അന്നേ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സിബി സാറിന് എഴുതുന്ന സമയത്തോ ആ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ആദ്യം ഈ ഭൂതക്കണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് റൂമിൽ AVM എഡിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഥ പറഞ്ഞോളൂ. പുള്ളി അവിടെ ഇരുന്നൊരു കഥ പറയുന്നത്, അതാണ് ഭൂതക്കണ്ണാടി. എന്താ പറഞ്ഞു, ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു. അത് കൃത്യമാണ്, നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ്, നിങ്ങൾ ചെയ്യേണ്ട കഥയാണ്, ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ്. കാരണം ഇത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞൊരു എന്താണ് കലയും കച്ചവടമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത്. കൃത്യമായിട്ടും ഒരു വേറൊരു ജനസിൽപ്പെട്ടൊരു സിനിമയാണ് അത് ലോഹി ചെയ്യുന്നതും. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിടയിൽ സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിയുടെ അന്ന് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ. കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ ഇല്ല. ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ ലോഹിക്ക് അത്ര പ്രാവീണ്യമാണ്. ലോഹി മുറിക്കകത്തിരുന്ന് കഥ എഴുതുകയും അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. വളരെ സ്വകാര്യമായ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത്. ഒരു ലൊക്കേഷനിലൊക്കെ എത്തുമ്പോൾ വേറൊരു കാര്യങ്ങൾ ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട്, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഡിസിഷൻ മേക്കിംഗ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല. ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം, ഒരു ആർട്ടിസ്റ്റ് വരാതിരുന്നാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾ. അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ പോലെ അല്ല ഇത്. കുറച്ചും കൂടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന പ്രഷറുകൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും. ആ സിനിമ കഴിഞ്ഞതോടുകൂടി ലോഹിയയ്ക്ക് സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയപ്പോൾ ലോഹി അതിനകത്തേക്ക് അങ്ങ് കൂടുതലായിട്ട് സംവിധാനത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. ആ സമയത്ത് ഭൂതക്കണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ്, നടിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. ലോഹി സാറിനെ കുറിച്ച് നമുക്ക് ഭൂതക്കണ്ണാടിയിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭൂതക്കണ്ണാടിയിൽ നായികയായ ശ്രീലക്ഷ്മി മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. ലോഹി സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ്
ഭൂതക്കണ്ണാടി. അതിൽ ഇത്രയും ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തിലൂടെ എനിക്ക് അഭിനയ രംഗത്തേക്ക് എൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു. എന്നാൽ പോലും എന്നെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് സരോജിനിയായിട്ടാണ്. അദ്ദേഹം ഒരു സ്കൂള് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു. എന്താ പറയുക, ഈച്ച് ആൻഡ് എവറിത്തിങ്, നടക്കുന്ന കാര്യമാവട്ടെ, നിൽക്കുന്ന കാര്യമാവട്ടെ, ഇരിക്കുന്ന കാര്യമാവട്ടെ, അങ്ങനെ എല്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഗുരുനാഥനായിരുന്നു. അദ്ദേഹം തന്നിട്ടുള്ള ക്ലാസ് അത് തന്നെയാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു വലിയൊരു എന്താ പറയുക, ഒരു സന്തോഷകരമായൊരു അംഗീകാരം എന്ന് തന്നെ പറയാം. എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. അതിനേക്കാട്ടിലും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് ലോഹി സാറ് തന്നെ അന്നത്തെ ഫിലിം ഫെയറിൽ എഴുതിയിരുന്നു, മലയാള സിനിമയിലെ സ്മിത പട്ടേൽ എന്ന് എന്നെ പറ്റി. അതെനിക്കൊരു ഭയങ്കര വലിയൊരു അംഗീകാരമായിരുന്നു. ഞാനിപ്പോഴും ശ്രീലക്ഷ്മിയായിട്ട് അറിയപ്പെടുന്നത് ലോഹി സാറിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ലോഹി സാറ് പിന്നീട് ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങള്, വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചല്ലോ ചെറുതായിട്ട്. സിബി സാറിന്റെ സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ഏതെങ്കിലുമൊക്കെ വേഷങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ബംഗാളിൽ ഒരു സീനിൽ അത് വളരെ ടഫായിട്ടുള്ളൊരു സീനാണ്, ആക്ടർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു സീനാണ്. ലാലാണ് ഒരു ഹോട്ടൽ മുറിയിൽ തിലകൻ ചേട്ടൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയിട്ട് ലാല് തട്ടി വിളിക്കുന്നുണ്ട്, നിങ്ങളാണോ എൻ്റെ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ലാലിങ്ങനെ ഊന്നിറങ്ങും. കാരണം സഹോദരിയെ മറ്റേ റൂമിൽ വെച്ച് കാണാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഊർന്നിറങ്ങുന്ന സീൻ. അപ്പോൾ ക്യാമറ ലാലിരിക്കുമ്പോൾ കൂടെ പോകണം. ലാൽ വല്ലാതെ കരഞ്ഞ് എക്സേർട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒറ്റ ടേക്കേ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ കഴിയുന്നതും ടെക്നിക്കൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് തെറ്റാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ പുറത്ത് വന്ന് നോക്കണം. അപ്പോൾ വേറെ ഒരാളെ അവിടെ നിർത്തിയാൽ ചിലപ്പോൾ അയാളുടെ ഒരു ചലനം ശ്രദ്ധ അങ്ങോട്ട് മാറ്റിപ്പോകാം. ഇവിടുന്ന് ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാൾ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും അയാളുടെ ഒരു പിഴവ് കൊണ്ട് ആ ഷോട്ട് ഓക്കെ ആയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ലോഹി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ ആളാണല്ലോ, ആ സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്ന. അങ്ങനെ ലോഹി ഔട്ട് ഓഫ് ഫോക്കസിലും നിൽക്കുന്നുണ്ട്. വേറൊരു സിനിമയിൽ വളയത്തിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മകള് മരിച്ച വാർത്ത അറിഞ്ഞിട്ടുള്ള അവരുടെ ഒരു പെർഫോമൻസ്, അതും ഗംഭീരമായ ഒരു പെർഫോമൻസ്. ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടക്കുന്ന രംഗമാണത്. അവിടെ ഉണ്ണിയേട്ടനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ട് ഞാൻ ഇതേപോലെ ലോഹിയെ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പം അങ്ങനെ അപൂർവമായിട്ട്. പിന്നെ സത്യൻ്റെ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലാണ് ലോഹി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ലോഹിയായിട്ട് തന്നെ അങ്ങ് അഭിനയിച്ചത്. ലോഹിദാസ് സമ്മാനിച്ച ഓർമ്മകളുടെ സല്ലാപം ഇനി അടുത്ത എപ്പിസോഡിൽ.